മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡായിട്ട് ഡിവൈൻ ടൈമിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ ഇതിന് ഒരു പ്രെയറുണ്ട്. നമ്മൾ അത് ശരിക്കും ഡോക്ടറലായിട്ട് പറഞ്ഞാൽ അങ്ങനൊരു പ്രെയർ ശരിയായിട്ടുള്ള പ്രെയർ അല്ല. എന്നാൽ പോലും ഈ ക്രോണോസ് ടൈമിൽ നിന്ന് നമ്മൾ കൈറോസ് ടൈമിലേക്ക് കയറണം. അതാണ് നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കത് കുറച്ചുകൂടെ ദൈവവചനങ്ങൾ കുറച്ചുകൂടെ ചിന്തിക്കാം. നമ്മൾ തുടക്കത്തിൽ വന്നത് സഭാപ്രസംഗി 3-ാം അധ്യായത്തിലാണ്. സഭാപ്രസംഗി 3-ാം അധ്യായത്തിലേക്ക് ഞാൻ വീണ്ടും പ്രവേശിക്കുകയാണ്. ആ സഭാപ്രസംഗി 3-ന്റെ 11-ലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 11-ലാണ് ഹീ മെയ്ഡ് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. എല്ലാം അവൻ ബ്യൂട്ടിഫുള്ളാക്കും. ഈ ടൈം എന്നാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ബ്യൂട്ടിഫുൾ ആക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ജീവിതം നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. നമ്മൾ ഈ ജഡം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ ആണ് ദൈവം ഒരു ആത്മാവിനെ ഇട്ടിരിക്കുന്നത്, ഒരു സോളിനെ ഇട്ടിരിക്കുന്നത്. ഈ ശരീരത്തിൽ എപ്പോഴും പ്രയാസങ്ങളെ, വേദനകളെ, ദുരിതങ്ങളെ വരാം. ഈ ശരീരമെല്ലാം ട്രാൻസ്ഫോം ചെയ്ത് കർത്താവിൻ്റെ പോലെ ഒരു ശരീരമാകും, ഒരിക്കലാകും. ശ്രദ്ധിക്കുക, ഒരിക്കലാവും. അതുവരെ ഈ ശരീരത്തിൽ കൂടി രക്തം ഓടുന്നവരെ ഇതിനകത്ത് പലതായിട്ടുള്ള ഓൾട്രേഷൻസും അറ്റാക്കുകളും പിശാച് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. കാരണം ഇതിലെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നതുകൊണ്ട് ശരീരം അങ്ങ് പെർഫെക്റ്റ് ആവണം എന്നില്ല. ശരീരത്തിൽ രോഗങ്ങൾ വരാം, പ്രയാസങ്ങൾ വരാം, ദുരിതങ്ങൾ വരാം. ഇങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് ദുരിതങ്ങൾ വരുന്നതെന്നുള്ളത് ദാറ്റ്സ് ആൻ എക്സ്റ്റേണൽ അറ്റാക്ക് നമ്മൾ ചിന്തിക്കാം. ഇന്നും രാവിലെ ഒരാളുമായിട്ട് ഞാൻ സംസാരിച്ചാണ്. എല്ലാവരും ദൈവകൃപയിൽ ജീവിക്കുന്നവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഒക്കെ പ്രയാസങ്ങൾ. ഇതെന്താ ഇങ്ങനെ വരുന്നത്? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. റൂട്ട് കോസ് നോക്കിയപ്പോഴും അതിൻ്റെ മുമ്പിലുള്ള പിതാക്കന്മാരുടെ കാര്യങ്ങൾ നോക്കിയിട്ടും ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവം അന്നേരം വരുന്ന ഉത്തരം ഇതേ ഉള്ളൂ, എൻ്റെ കൃപ നിനക്ക് മതി. പൗലോസിനോട് പറഞ്ഞ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പൗലോസിനോട് പറഞ്ഞ നമ്മുടെ ജീവിതങ്ങളിലെല്ലാം ബ്യൂട്ടിഫുൾ ആവുന്നില്ല. എപ്പോഴാണ് ബ്യൂട്ടിഫുൾ ആവുന്നത്? പിന്നെ നമുക്കറിയാം, കഷ്ടതയും പ്രയാസവും ഒന്നും ഇല്ലാത്തൊരു രാജ്യമുണ്ട് ദൈവം സ്ഥാപിക്കുന്നത്. അവിടെയാണ് ദൈവം യേശു രാജാവായിട്ട് വാഴുന്ന രാജ്യം. നമ്മൾ പാട്ട് പാടുന്ന പാട്ടുകളും അതാണ്. ഈ കണ്ണുനീര് മാറും, കടന്നുപോയ കഷ്ടങ്ങളൊക്കെ പാട്ടുകളായി മാറുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് എവറിത്തിങ് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതിനു മുമ്പ് ചില കാര്യങ്ങളൊക്കെ ബ്യൂട്ടിഫുള്ളാണ്. അതിൽ കൂടി ദൈവകൃപ വ്യാപരിക്കുകയും ദൈവത്തെ നമ്മളെ നടത്തുകയും ചെയ്യുന്നത് നമ്മൾ ഓർക്കാം. യെശയ്യാവ് 60-ാം അധ്യായത്തിൻ്റെ 22 അതുമായിട്ട് ബന്ധപ്പെട്ട, നേരത്തെ ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. കുറഞ്ഞവനായിരം ചെറിയവൻ മഹാജാതിയായി തീരും. യഹോവയെ ഞാൻ തക്ക സമയത്ത് തന്നെ ശീഘ്രമായി നിവർത്തിക്കും. നമ്മുടെ ജീവിതത്തിലുള്ളത്, ഈ ലോകത്തിലുള്ളതും എറ്റേണലായിട്ടുള്ള ബ്ലെസ്സിങ്ങുകളും എല്ലാം ദൈവം ഒരുപാട് ഡിലേ ആക്കത്തില്ല, ശീഘ്രമായിട്ട് അത് നിവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കറിയത്തില്ല, അത് ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും, ചിലതല്ല സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് റോമർ 8:28 എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൽ കൂടി സകലതും നമുക്ക് തന്നിരിക്കുകയാണ് സ്പിരിച്വൽ വേൾഡിൽ. എന്നാൽ അത് നമ്മുടെ സീസണിൽ നമുക്ക് കിട്ടിയേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ പർപ്പസിലേക്ക് നമ്മൾ കയറുമ്പോൾ അത് കിട്ടും. യഹോവ വൻ കാര്യങ്ങളെ നമുക്ക് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കും. സങ്കീർത്തനം 126:3 ലോർഡ് ഹാസ് ഡൺ ഗ്രേറ്റ് തിങ്സ്. സോ ഗോഡ് ഡെവലപ്സ് അവർ ഡെസ്റ്റിനി ഈവൻ ഇൻ അവർ ഡാർക്ക് സീസൺ. അബ്രഹാമിൻ്റെ വാഗ്ദത്തം നമുക്കറിയാം. സാറായിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. സാറായിക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് സാറ എന്തോ ചെയ്തത്? സാറ പെട്ടെന്ന് തന്നെ, നേരത്തെ ഞാൻ പറഞ്ഞാണ്, ഒരു പ്രിമച്വർ ബ്ലെസ്സിങ്ങിന് വേണ്ടി ഓടി. പ്രിമച്വർ ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് ദൈവം പറഞ്ഞ പ്രോമിസ് നടക്കുന്നില്ല. കുറേ നാൾ വെയിറ്റ് ചെയ്തില്ലേ? 10-25 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്നത്, ഒന്നും നടക്കുന്നില്ല. 25 വർഷം വെയിറ്റ് ചെയ്തില്ല,
അത് 25 വർഷം കഴിയുമ്പോൾ ഇസാക്ക് വരികയായിരുന്നു. പെട്ടെന്ന് തന്നെ ഹാഗാറിനെ കൊണ്ട് അബ്രാമിന് കൊടുത്തു. ഇസ്മായിൽ വന്നു. അതൊരു ബ്ലെസ്സിങ് ആണ്. ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ ജനിക്കുന്ന ഒരു ബ്ലെസ്സിങ് ആണ്. അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പോഴും ലോകം അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മറന്നുപോയി. എന്നാൽ ഡിവൈൻ ടൈമിൽ ഐസക്ക് വന്നായിട്ട് കാണുന്നു. അതുകൊണ്ട് ഇനിയും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യാനായിട്ടുള്ളത് ദൈവത്തിൻ്റെ വിസിറ്റേഷൻ നമ്മുടെ ജീവിതങ്ങൾ വരുമ്പോഴേ അത് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണല്ലോ, നമ്മൾ ഓരോ കാര്യങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അതുവരെയും ഈ ഡിവൈൻ പ്രിൻസിപ്പിൾസ്, ലോസ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന അനുസരിക്കുകയും ചെയ്യാണ്. പ്രൈസ് ഗോഡ് ഫോർ കൈറോസ് ടൈം. ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ടൈമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ്. ഫെയ്ത്തിൽ അവനുമായിട്ട് ഒബീഡിയൻസിൽ നടക്കുകയാണ്. ദൈവത്തിൽ സന്തോഷിക്കുകയാണ്. അവൻ എല്ലാ കാര്യങ്ങളും ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ചെയ്തു തരും. നമുക്കെല്ലാം ചെയ്തു തരും. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് ജനസിസ് 1:14. അതിൽ ടൈം ആൻഡ് സീസൺസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഗോഡ് ഈസ് ലൈറ്റ്. ദൈവം വെളിച്ചമാണ്. ഈ വെളിച്ചം ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അന്ധകാരം മാറുന്നു, കാര്യങ്ങൾ ക്ലിയർ ആകുന്നു. നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുന്നു. എങ്ങനെയാണ് വെളിച്ചം ഇപ്പോൾ ഉള്ളിൽ വരുന്നത്? ഈ വെളിച്ചം ഈ ലോകത്തിലെ പ്രകാശം എങ്ങനെയാണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട്. അതിനകത്ത് യോഹന്നാൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൽ കൂടിയാണ് മനുഷ്യരിലേക്ക് വെളിച്ചം കയറി വന്നത്. ഈ യേശു നമ്മുടെ ഉള്ളിലുള്ളപ്പോഴേ നമുക്ക് വെളിച്ചമുണ്ട്. അത് പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഒബീഡിയൻസിലേക്ക് നടത്തും, അനുസരണത്തിലേക്ക് നടത്തും. സോ ഈ വെളിച്ചത്തിൽ നമ്മൾ വസിക്കുകയും ഈ വെളിച്ചത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം എങ്കിൽ വി ഷുഡ് ഹാവ് ആൻ ഒബീഡിയൻസ് ടു ക്രൈസ്റ്റ്. യേശു പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ഒബേ ചെയ്യണം. ദിസ് ഈസ് പ്രൈം ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് ഇവിടെയാണ്. വെയറെവർ ദർ ഈസ് ഒബീഡിയൻസ് you are having an authority and entry to dominion. നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട്, ദൈവത്തിൻ്റെ ആ സ്പിരിച്വൽ വേൾഡിലേക്ക്, ആ 4th ഡയമെൻഷനിലേക്ക് നിങ്ങൾക്ക് കയറണമെങ്കിൽ യു ഷുഡ് ഹാവ് ഒബീഡിയൻസ് ആൻഡ് അനോയിൻറ്റിങ്. നിങ്ങൾക്ക് അനുസരണം വേണം, അവിടെ ഒരു അനോയിൻറ്റിങ്ങും വേണം. അവിടെയാണ് ഹി വിൽ മേക്ക് എവറിത്തിങ് ബ്യൂട്ടിഫുൾ. യോവേലിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. യോവേൽ 2:25. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അത് ഈ മലയാളത്തിൽ വായിക്കുമ്പോൾ അത്രയും അങ്ങോട്ട് മനസ്സിലാവത്തില്ല. ഞാൻ നിങ്ങൾക്ക് പകരം നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുവാ പകരം നൽകുന്നത്? ഈ തിന്നുകളഞ്ഞ സാധനങ്ങളൊന്നുമല്ല പകരം നൽകുന്നത്. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ഐ വിൽ റിസ്റ്റോർ ഇയേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ള ടൈം തിരിച്ചു തരുന്നു എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ പാസ്റ്ററെ പോയ സമയം തിരിച്ചു തരുന്നതെന്ന് നിങ്ങൾ ചോദിക്കും. വെൻ യു ലൂസ് ടൈം യു ലൂസ് എവറിത്തിങ്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മുടെ സമയം നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു പോയി. അത് പണ്ട് അല്ലെങ്കിൽ പിശാച് നിങ്ങളിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുപോയ എല്ലാ ടൈമിനെയും കർത്താവ് തിരിച്ചു തരാൻ പോവുകയാണ്. ഓഹോ, അത് വലിയൊരു വാർത്തയാണല്ലോ. യെസ്, നമ്മുടെ ജീവിതങ്ങളിൽ അറിവില്ലായ്മയുടെ കാലത്ത് നമ്മൾ കടന്നു പോയിരിക്കുന്ന നമ്മുടേതായിട്ടുള്ള ക്രോണോസ് ടൈമിലെ പിശാച് അപഹരിച്ചു കൊണ്ടുപോയിരിക്കുന്ന ഈ ടൈമിനെ ദൈവം മടക്കി തരാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ആയുസ് വർദ്ധിപ്പിച്ചു തരുന്നു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ആയുസ് വർദ്ധിപ്പിച്ചു തരാമായിരിക്കാം, നമ്മൾ ഇടണോ.
അങ്ങനെയാണല്ലോ ദൈവസന്നിധിയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ ആയുസ്സും വർദ്ധിക്കുന്നത്. ദൈവം പറഞ്ഞിരിക്കുന്ന കമാൻഡാണ്, മനുഷ്യ നീ ജഡമാകുന്നു, നിന്റെ സംവത്സരം 120. എന്നാ 120 സംവത്സരമൊക്കെ ജീവിക്കുന്നത് ചുരുക്കമല്ലേ? ദൈവം തന്ന പ്രോമിസാണ്, അതിൽ നിന്ന് മാറിയിട്ടില്ല. ആ പ്രോമിസ് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രോമിസാണ്. മറ്റേത് മോശയൊക്കെ പറഞ്ഞതേ ഉള്ളൂ, ഏറെയായാൽ 70-80 എന്നൊക്കെ പറയുന്നത്. ദൈവം കൽപ്പനയായിട്ട് തന്നിരിക്കുന്ന അതാണ്. അതുകൊണ്ട് നീ ദൈവസന്നിധിയിൽ നമ്മൾ നിരപ്പ് പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, ദൈവത്തെ അനുസരിക്കുമ്പോൾ, ദൈവം ഈ പറഞ്ഞതുപോലെ വിൽ റിസ്റ്റോർ ഇയേഴ്സ്. നിന്റെ ബാലൻസ് ഷീറ്റിൽ ടൈം ഫാക്ടർ കൂട്ടും. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുമെന്ന് വിശ്വസിച്ചൂടെ? നിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടുമെന്ന് വിശ്വസിച്ചൂടെയോ? വിശ്വസിക്കാം. നീ കോൺട്രാക്ട് സൈൻ ഇടുമ്പോൾ അതിൻ്റെ എക്സിക്യൂഷൻ ഭയങ്കര ഫാസ്റ്റ് ആയിക്കൂടെയോ? സാധാരണ 3 വർഷം എടുക്കും എക്സിക്യൂട്ട് ചെയ്യാൻ. നിനക്ക് കൂടുതൽ ഇൻപുട്ട് കിട്ടി, അത് 1 വർഷം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. നിന്റെ പ്രൊഡക്ടിവിറ്റി 3 times ആയി അല്ലേ? നിന്റെ ക്രോപ്പുകൾ ഇവിടെ തിരിച്ചു വരുന്നു. ഇവിടെ കാണുന്നത് വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും ഒക്കെ തിന്നത്, അതൊക്കെ 3 ഇരട്ടി 4 ഇരട്ടിയായിട്ട് ഫലം തരുന്നു. നിന്റെ പ്രൊഡക്ടിവിറ്റി കൂടിയില്ലേ? നീ 4 വർഷം കൃഷി ചെയ്യണമായിരുന്നു, ഇപ്പോൾ 1 വർഷം കൃഷി ചെയ്യുമ്പോഴേ നിന്റെ പ്രൊഡക്ടിവിറ്റി കൂടി അല്ലേ? ഡിവൈൻ ടൈം. സോ ഗോഡ് ഈസ്, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ടൈം നീ റിഡീം ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നീ ദൈവത്തിന് തന്നിരിക്കുന്ന സമയത്തിൽ വാക്കിംഗ് ഇൻ ഒബീഡിയൻസ് ആൻഡ് വാക്കിംഗ് ഇൻ വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, നീ പരിജ്ഞാനത്തിലും അറിവിലും നടക്കുമ്പോൾ, നീ ടൈം റിഡീം ചെയ്യുമ്പോൾ, നിന്റെ നാളുകളെ എണ്ണിക്കൊണ്ട് നീ ജീവിക്കുമ്പോൾ, നീ ലൂസ് ചെയ്യുന്നിടത്തെല്ലാം ഗെയിൻ ആകുകയാണ്. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, ഈ ലോകത്തിൽ കളഞ്ഞവൻ അവനെ കണ്ടെത്തൂ എന്ന് പറഞ്ഞു. That is you are going to enter to the Kairos time of God that is released before the foundation of the earth. ഈ ലോകം ഉണ്ടാക്കുന്നതിന് മുമ്പേ നിനക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവം നിന്റെ ഈ ഡയമെൻഷനിലോട്ട് ഇറക്കി തരാൻ പോവുകയാണ്. നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? യെസ്, ഒരു കണ്ടീഷനുണ്ട്. ഒബേ ജീസസ്, ഒബേ ഹിസ് വേർഡ്, live in obedience. He make everything beautiful. എല്ലാം ആക്കിത്തരാം. Can you do that? So God's time is my time. God's Kairos time is my time. അന്നേരം നിനക്ക് പറയാൻ പറ്റും, ഞാൻ ഉയർച്ച പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ അവിടെ പോയാൽ അനുഗ്രഹിക്കപ്പെടും, ഇവിടെ പോയാൽ അനുഗ്രഹിക്കപ്പെടും. ഞാൻ മുഖാന്തരം അനേകം ആളുകൾ അനുഗ്രഹിക്കപ്പെടും, അനേകം ജാതി അനുഗ്രഹിക്കപ്പെടും. ശിഷ്യന്മാർ പോയ സമയത്ത് അവിടെ നിഴല് വീണപ്പോഴേ ആളുകൾക്ക് സൗഖ്യം വന്ന പോലെ, നീ പോകുന്നിടത്തെല്ലാം നീയുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടും. നോട്ട് ഓൺലി ദെയർ ഡിസീസ്, എവറി ആസ്പെക്ട് ഇൻ ദെയർ ലൈഫ്. ദാറ്റ് ഈസ് ഗോഡ് വാണ്ട്സ് യു ടു ഡു ഇന്ന്. അതിനുവേണ്ടിയാണ് ദൈവം നിന്നെ ലോകത്തിലാക്കി വെച്ചിരിക്കുന്നത്. അതിനാണ് ഈ ഡിവൈൻ ടൈമും അതുപോലെ ഈ ക്രോണോസും ഈ കൈറോസും ഒക്കെ നിന്നെ പഠിപ്പിക്കുന്നത്. യു ഹാവ് ടു ബ്രിങ് ഗോഡ്സ് ടൈം ടു ദിസ് വേൾഡ്. ഈ ലോകത്തിലേക്ക് ദൈവത്തിൻ്റെ സമയം കൊണ്ടുവരണം. യേശുക്രിസ്തു പറഞ്ഞല്ലേ, എ വിസിറ്റേഷൻ്റെ ടൈം, ദ ടൈം ഓഫ് യുവർ വിസിറ്റേഷൻ. അല്ലയോ യെരൂശലേമേ, നീ അറിയാത്തതിനാൽ നീ ഇതെല്ലാം, നിൻ്റെ എല്ലാ കെട്ടുകളും എല്ലാം പൊട്ടും. നിൻ്റെ ഇതിനെ കല്ലോട് കല്ല് ഇടിച്ചു നിരത്തുന്ന ഒരു സ്റ്റേജിലേക്ക് വരും. നീ നിൻ്റെ വിസിറ്റേഷൻ അറിഞ്ഞെങ്കിൽ നിനക്ക് ജീവിതത്തിൽ വലിയ നന്മകൾ, അനുഗ്രഹങ്ങൾ വരും. നമ്മുടെ ജീവിതങ്ങളിൽ ആ വിസിറ്റേഷൻ അറിയണം. യെസ്, വി വാണ്ട് ടു ബ്രിങ് കൈറോസ് ടൈം ടു ക്രോണോസ്. ഒന്നും ചെയ്യണ്ട, ഈ ഒബീഡിയൻസോട് ദൈവസനിൽ അങ്ങോട്ട് ഇരുന്നാൽ മതി. ദൈവസനിൽ അങ്ങോട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവം ആ വലിയ വെളിപ്പാടുകൾ നിന്റെ ജീവിതത്തിൽ തരികയാണ്. നിനക്ക് വലിയൊരു ഡെലിവറൻസ് തരികയാണ്. പല മേഖലകളിലും ദൈവം ഓപ്പണപ്പ് ചെയ്യാണ് വാതിലുകൾ. അവൻ തുറന്നാൽ ആരും അടയ്ക്കത്തില്ല. യെസ്, ദ ഡോർസ് ആർ ഗെറ്റിംഗ് ഓപ്പൺഡ്. അനേക നാളുകളായിട്ട് നീ പ്രാർത്ഥിക്കുന്നില്ലേ നിന്റെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി? വൈ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്?
അവരുടെയോ നിൻ്റെയോ ഒബീഡിയൻസിനകത്തുള്ള ഇഷ്യൂസാണ്. എല്ലാം വേണം അല്ലേ? നമ്മുടെ നാട്ടിൽ പറയുന്നുണ്ടല്ലോ, ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്യരുത്. ക്രൂസിഫൈ യുവർ സെൽഫ്. ക്രൂശ് എടുത്ത് അനുഗമിക്കാത്തവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല. എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല, പക്ഷെ എനിക്ക് ശിഷ്യനാവണം. അത് നടക്കുന്ന കാര്യമല്ല ബ്രദറെ. ഇഫ് ദർ ഇസ് എ സാക്രിഫൈസ് ഗോഡ് ഈസ് ഡിമാൻഡിങ്, യു ഹാവ് ടു ഡു ദാറ്റ്. ആ സാക്രിഫൈസ് നമ്മൾ ചെയ്യാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ 3 സെഷനായിട്ട് ഞാൻ ഡിവൈൻ ടൈമിനെ കുറിച്ച് പറഞ്ഞു. യെസ്, ഗോഡ് ഡിമാൻഡ് സംതിങ്. ദൈവം ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അത് നമ്മൾ അനുസരിക്കണം. യേശു ക്രിസ്തുവിൽ കൂടി വെരി ഈസി ആയിട്ട് നമുക്ക് ആക്സസ് തന്നിട്ടുണ്ട്. എന്നാൽ സ്റ്റിൽ വി ആർ ലിവിങ് ഇൻ ഇഗ്നോറൻസ്. നമ്മളിപ്പോഴും അറിവില്ലാത്തവരെ പോലെ ഇരിക്കുകയാണ്. യെസ്, യു ഹാവ് ടു കം ഔട്ട്. നിങ്ങൾ വന്നേ പറ്റുള്ളൂ. നിങ്ങൾ പുറത്തിറങ്ങണം. അബ്രാഹാമിനോട് പറഞ്ഞ പോലെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. നിങ്ങൾ അകത്ത് ആ മോൾഡ്, ആ വലയ്ക്കകത്ത് കുടുങ്ങിയിരുന്നാൽ പോരാ, നിങ്ങൾ പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയെങ്കിലേ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അനുഗ്രഹമാവുള്ളൂ. നിൻ്റെ അടുത്തുള്ള അയൽക്കാരൻ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അതാണ് ദൈവം നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇഫ് യു ഡു ദാറ്റ്, യുവർ ഗോഡ്സ് കൈറോസ് ടൈം വിൽ കം ടു യുവർ ക്രോണോസ് ടൈം. യെസ്, അതാണ് നമ്മൾക്ക് ദൈവം ആവശ്യം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? കർത്താവേ, ഇതെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങളെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം ഞങ്ങളുടെ ജീവിതങ്ങളിലെ ദൈവത്തിൻ്റെ പെർഫെക്റ്റ് പ്ലാൻ അനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. ഞങ്ങളത് തിരിച്ചറിയുന്നില്ല കർത്താവേ. ഞങ്ങൾ പലപ്പോഴും ആ വെയിറ്റ് ചെയ്ത് എന്തോ ദൈവമേ എത്രത്തോളം ഞങ്ങൾ സഹിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ നീ കർത്താവേ ഞങ്ങളെ ട്യൂൺ ചെയ്യാണ്. പക്വമായിട്ടിരിക്കുമ്പോൾ മാത്രമേ നീ അതൊക്കെ റിലീസ് ചെയ്ത് തരുള്ളൂ. അതുകൊണ്ട് കർത്താവേ, ഈ പർപ്പസിൽ വന്നുകൊണ്ട് ഞങ്ങൾ പറയണം കർത്താവേ, എവറിത്തിങ് ഹി മെയ്ഡ് ബ്യൂട്ടിഫുൾ എന്ന് പറവാനായിട്ടുള്ള കൃപ ഈ ദിവസങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെ കുറവുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ യേശുവിൻ്റെ സന്നിധിയിൽ ഒന്ന് വിനയപ്പെടുവാൻ, ഒന്ന് അനുസരിപ്പാൻ, ഒന്ന് സഹായിക്കണം. ദൈവമേ, നീ തന്നെ കൽപ്പിച്ചിട്ടുണ്ടല്ലോ നിന്നോട് ചേർന്ന് ജീവിക്കാനായിട്ട്. നീ എപ്പോഴും ഞങ്ങളെ ചാരത്തുണ്ട് കർത്താവേ. നീ ഞങ്ങളുടെ ഓരത്തുണ്ട് കർത്താവേ. നീ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്ന ദൈവമാ. നീ ഞങ്ങളെ സഹായിക്കുക. നിൻ്റെ പരിശുദ്ധാത്മാനെ തന്നെ, ദൂതന്മാരെ തന്നെ, എൻ്റെ കാവൽ തന്നെ, എൻ്റെ പ്രൊട്ടക്ഷൻ തന്നെ, എല്ലാം തന്നെ ഞങ്ങളെ നടത്തുമ്പോഴും ഞങ്ങളുടെ ഉള്ളിലിരുന്ന് നിനക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന തിന്മകൾ പലപ്പോഴും ഞങ്ങൾ പിശാചിനെ കുറ്റം പറയും. എന്നാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ, മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുവാൻ, ആ ഒബീഡിയൻസിൽ, അഭിഷേകത്തിൽ ജീവിപ്പാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണമേ. കാണുന്നതിനോടൊക്കെ കോംപ്രമൈസ് ചെയ്ത് എസ് പറഞ്ഞ് ജീവിക്കുവാൻ, എന്നിട്ട് ദൈവത്തെ കുറ്റം പറയുന്നവരായിരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവിൻ്റെ ആ വലിയ കർത്താവെ ആ കൈറോസ് ടൈമിലെ ഉള്ള അനുഗ്രഹങ്ങൾ കണ്ടെത്തി കർത്താവെ അത് റിലീസ് ചെയ്യപ്പെടുവാൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ കർത്താവെ സഹായിക്കണമേ. ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം പ്രൊഫസി പറയത്തക്ക രീതിയിൽ കർത്താവെ ഈ ദിവസങ്ങളിൽ വലിയൊരു റെവലേഷൻ നീ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച്, അടുത്ത തലമുറയെക്കുറിച്ച്, ഞങ്ങളുടെ സഭയെക്കുറിച്ച്, ഞങ്ങളായിരിക്കുന്ന കമ്മ്യൂണിറ്റിയെക്കുറിച്ച് വലിയ പ്രൊഫസി പറയത്തക്ക രീതിയിൽ കർത്താവെ ആ കൈറോസ് ടൈമിലേക്കൊന്ന് കയറി ചെല്ലുവാൻ കർത്താവെ ഈ പ്രാർത്ഥന കർത്താവെ സഹായിക്കണമേ, ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ദൈവമേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ഈ വലിയൊരു ഡെലിവറൻസിലേക്ക് നടത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിശാച് പല ഡിലേകൾ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ വെറുതെ കള്ളത്തരമാണ്, ഇങ്ങനെയൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ അതല്ല കർത്താവേ, ഞങ്ങൾ ആ 4th ഡയമെൻഷനിലേക്കൊന്ന് കയറുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ദൈവസന്നിധിയിലിരുന്ന് അനേക മണിക്കൂറുകളിരുന്ന് പക്ഷപാതം ചെയ്ത് പ്രാർത്ഥിച്ച് ബലപ്പെടുന്ന അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. രോഗികളായിരിക്കുന്നവരുണ്ട്, ക്ഷീണാവസ്ഥയിലിരിക്കുന്നവരുണ്ട്, മാനസിക പിരിമുറുക്കത്തിലിരിക്കുന്നവരുണ്ട്, ഒന്നും നടക്കുകയില്ല എന്ന് ചിന്തിച്ച് ജീവിതം നെടുവേർപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഇവരെല്ലാം നീ സന്ദർശിക്കണമേ. ദിസ് ഈസ് യുവർ ടൈം ഓഫ് വിസിറ്റേഷൻ. ഇത് നിൻ്റെ സന്ദർശന കാലമാണ് എന്ന് റിയലൈസ് ചെയ്യുവാൻ അടിയനിൽ കൂടി കർത്താവെ ഈ ദൂത് അവരിലെത്തുന്ന ഓർത്ത് സ്തോത്രം. ഇതവിടെ സന്ദർശന കാലമാണ്. സ്തോത്രം. ദൈവമേ, ഈ ദിവസങ്ങളിൽ അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. അനുഗ്രഹിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. തീർച്ചയായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ തുടർമാനമായി ഈ സീരീസ് വാച്ച് ചെയ്യുക.
ഇതുപോലെ പല കാര്യങ്ങൾ വരും. നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഇതിനകത്ത് വന്നു എന്ന് എനിക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിരിക്കുന്നവർക്ക് പലർക്കും പല അറിവുകളും പ്രയോജനങ്ങളും വന്നു എന്ന് പറയും. നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ നമ്പറിൽ വാട്സാപ്പ് ചെയ്യുകയോ നിങ്ങൾ വിളിക്കുകയോ പ്രയർ റിക്വസ്റ്റ് പറയുകയോ ചെയ്താൽ പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിലൊക്കെ 10-40 മിഷണറീസ് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതലും ഞങ്ങളുടെ ശുശ്രൂഷ നോർത്ത് ഇന്ത്യയിലാണ്. കേരളത്തിലെ ശുശ്രൂഷകളൊന്നുമില്ല. പലരും ചോദിച്ചു എവിടെയെങ്കിലും ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ടോ, വന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന്. അങ്ങനെ ഡെലിവറൻസ് മീറ്റിംഗ് ഒന്നുമില്ല. പലരും ഭവനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പലരുടെയും സ്ഥലങ്ങളിൽ 2-3 പേര് കൂടിയിട്ട് ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കുകയും ഡീറ്റെയിൽസ് മനസ്സിലാക്കുകയും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ മുമ്പോട്ട് നടന്നു പോകണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഈ ദിവസങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ മക്കൾ ഇത് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ശുശ്രൂഷ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.